ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിനെ പറ്റി കണ്ടു. അതുപോലെ തന്നെ എന്താണ് ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫേസ്ബുക്ക് പേജ് എന്നാണ്. ഫേസ്ബുക്ക് പേജിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്തിനാണ് ഫേസ്ബുക്ക് പേജ് യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ്ബുക്കിൽ പേജ് യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്കിലെ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത് ഫോർ ഹ്യൂമൻ ബീയിങ്ങിനാണ്. ഒരു മനുഷ്യനാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ കമ്പനി ആരുടെ പേരിലായിരിക്കും? ഒരാളുടെ പേരിലായിരിക്കില്ലേ, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്റെ പേരിലായിരിക്കും. എന്തായാലും ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യന്മാരാണല്ലോ. അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ഒരു അതോറിറ്റി ഇല്ലാത്ത ഒരു കമ്പനി ഉണ്ടാവില്ലല്ലോ. അണ്ടർ ഓർ അൺലെസ് ഇറ്റ് ഈസ് എ ഗവൺമെന്റ് കമ്പനി, അങ്ങനെ അല്ലാത്തൊരു കേസുകളിൽ ഉണ്ടാവില്ലല്ലോ. സോ ഒരു മനുഷ്യനാണ് ഒരു കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ആ മനുഷ്യനും ആ കമ്പനിയും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ആ പ്രൊഫൈലിനെ വെച്ച് ട്രാക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആ പേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഫൈൽ ഓണർക്ക് തന്നെയാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. അതായത് ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒന്നുമില്ല, ആദ്യം facebook.com എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചെന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഫേസ്ബുക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പേജ് ഉണ്ടാക്കണേക്കാൾ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് 24 hours ശേഷം മാത്രമാണ് നമുക്കൊരു പേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് അതിൻ്റെതായ റെസ്ട്രിക്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ആക്ടിവേറ്റ് ആയി അവരുടെ ഡയറക്ടറിയിൽ അത് രജിസ്റ്റർ ആയതിനു ശേഷം മാത്രമാണ് നമുക്കൊരു പേജ് ഉണ്ടാക്കാനുള്ള അനുമതിയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 24 hours ശേഷം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ട്രൈ ആഫ്റ്റർ സം ടൈംസ് പറഞ്ഞിട്ടോ എറർ മെസ്സേജ് കാണാനുള്ള സാധ്യത കൂടുതലാണ്. ചില കണ്ടീഷനിൽ അതിന് ഉണ്ടാകാനും പറ്റാറുണ്ട്. ഓക്കെ, പക്ഷെ ജനറിക് ആയിട്ട് 24 hours കഴിഞ്ഞിട്ടാണ് ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഒരു പേജ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. റൈറ്റ് സൈഡിലെ ആ 9 dots ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ മെനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേജുകളെല്ലാം കാണാൻ പറ്റും. അതല്ലാണ്ട് ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് എ ന്യൂ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പേജിന്റെ പേരും അതേപോലെ കാറ്റഗറിയും ബയോയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ പേജിന്റെ പേരായിട്ട് ബിസ്പേജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര്, ബിസ്പേജ് എഡ്യൂക്കേഷൻ. സോ ഞാൻ ബിസ്പേജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ആക്ച്വലി ഇങ്ങനെ ഒരു കമ്പനി ഇല്ല, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി കാറ്റഗറി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. സോ ഞാൻ എഡ്യൂക്കേഷണൽ റിസർച്ച് സെന്ററോ കൺസൾട്ടന്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു. ഞാൻ റിസർച്ച് സെന്റർ ആയിട്ട് കൊടുത്തു. ഇനി ബയോ ഇത് ഓപ്ഷനിലാണ്, പക്ഷെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ദിസ് ഈസ് എ ടെസ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, ആക്ച്വലി ബയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആണ് അവിടെ കൊടുക്കേണ്ടത്. സോ മാക്സിമം നിങ്ങൾ കമ്പനീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ബിസ്പേജ് എഡ്യൂക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്പേജ് എഡ്യൂക്കേഷൻ ഇസ് ഫൗണ്ടഡ് ഓൺ 2025 അപ്പോൺ ദ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തിട്ട് നിങ്ങൾ ബിസ്പേജ് അല്ലെ ബിസ്പേജിന് ബയോ കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫൗണ്ടേഷന് ബയോ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്രിയേറ്റ് പേജ് കൊടുക്കുക. ക്രിയേറ്റ് പേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് എന്താ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള അതായത് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. ഈ ഗ്രീൻ ടിക്ക് വന്നത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ പേര് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ഗ്രീൻ ടിക്ക് വരുള്ളൂ. നോക്കിയേ, ബിസ്പേജ് എഡ്യൂക്കേഷൻ വാസ് ക്രിയേറ്റഡ്. നൗ യു ക്യാൻ ആഡ് ഇമേജസ് ഓർ വാട്ട് എവർ യു വാണ്ട് ടു ആഡ് മോർ ഡീറ്റെയിൽസ്. കണ്ടോ, അടിയിൽ ഒരു ബ്ലാക്ക് പോപ്പ് ബോക്സിൽ വന്നിട്ടുള്ള, അതായത് ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ വെബ്സൈറ്റ്, ഇമെയിൽ, ലൊക്കേഷൻ, എപ്പോഴൊക്കെയാണ് അവൈലബിൾ ആവുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. പ്രൊഫൈൽ ഫോട്ടോയും കവർ ഫോട്ടോയും കൊടുക്കാൻ പറ്റും. വാട്സപ്പിന്റെ ബിസിനസ് അക്കൗണ്ടായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഫൈലിലുള്ള എല്ലാ ഫ്രണ്ട്സിനാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പേജ് എന്ന് പറയുന്നത് പ്രൊഫൈലായിട്ട് ലിങ്ക്ഡ് ആണ്. സോ ആ പ്രൊഫൈലിലുള്ള ആരൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് ആയിട്ട്, നമ്മുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഫ്രണ്ട്സ്, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഓക്കെ, പിന്നെ നോട്ടിഫിക്കേഷൻ വേണോ, മാർക്കറ്റിംഗ് പ്രൊമോഷണൽ ആയിട്ടുള്ള മെറ്റയുടെ പ്രൊമോഷണൽ കാര്യങ്ങൾ നമുക്ക് മെയിലിൽ കിട്ടണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ പേജ് ക്രിയേറ്റ് ആയി. ഇത്രയേ ഉള്ളൂ പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്.
ഞാൻ സിമ്പിളായിട്ട് ഈ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ബൈ ചാൻസ് അറിയാണ്ടാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഈ പേജിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനും പറ്റും. ഒരു ഓപ്ഷൻ കിട്ടും. അപ്പം അൺപബ്ലിഷ് കൊടുക്കാം, ഡീആക്ടിവേറ്റ് കൊടുക്കാം, ഡിലീറ്റ് കൊടുക്കാം. അപ്പം ഞാൻ ഡിലീറ്റ് പേജ് കൊടുത്തു. നമുക്ക് ഈ പേജിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഡിലീറ്റ് പേജ് കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ്സ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇത് ഈ പ്രോസസ്സ് നമ്മൾ ആക്റ്റീവായിട്ട് ഒരു പേജിനെ ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് ഈ പ്രോസസ്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡൗൺലോഡ് ഇൻഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനുള്ള ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ കോപ്പി വേറെ ഏതെങ്കിലും പേജിലോട്ട്, ഇതിന്റെ ഡാറ്റ വേറെ ഏതെങ്കിലും പേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. സോ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ എഡ്യൂക്കേഷൻ്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിക്കും. നമ്മൾ ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈലിൻ്റെ പാസ്വേഡാണ് ചോദിക്കണേ. ആ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് കൂടി നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് ഡിലീറ്റ് ആവും. അതിന് മുന്നേ നിങ്ങളിതെല്ലാം ചെക്ക് ബോക്സുകളും വായിച്ചു നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് രണ്ടാമത് റീആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഏത് പേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 30 ഡേയ്സിനുള്ള അതിനെ റിട്രീവ് ചെയ്യാനുള്ള പോളിസിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് എന്തായി, ഇപ്പോൾ ഡിലീറ്റ് ആയി. ഇതാണ് ജനറിക് ആയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഒരു പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് ജനറിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ